പെരിയാർ ടൈഗർ റിസർവിലെ ഗ്രീൻ വാക്ക് എന്ന ട്രക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പം ബാംബു ഗ്രൂവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബാംബു ഗ്രൂവ്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഓഫീസുണ്ട്. ആ ഓഫീസിൽ പോയിട്ടാണ് ഈ ട്രക്കിന് വേണ്ടി നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ രാവിലെ തന്നെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. 7 മണിക്കത്തെ സ്ലോട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 7 മണിക്കാണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കാട്ടിൽ കയറാവുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ. അപ്പം ഈ ഒരു ടൈമിൽ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ട് പോകാൻ തന്നെ ഭയങ്കര രസമാണ്. ഈ ഗ്രീൻ വാക്ക് ആക്ച്വലി ഒരു ഈസി ബിഗിനർ ഫ്രണ്ട്ലി ട്രക്കാണ്. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ട്രക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ട്രക്കാണ്. രാവിലെ ഈ ഒരു ടൈമിൽ നമ്മൾ ട്രക്ക് ചെയ്യുമ്പം നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ച് നടക്കുമ്പം നമുക്ക് തന്നെ ഒരു പ്രത്യേക എനർജി കയറും. നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ കാട്ടുപോത്തിൻ്റെ സൈറ്റിംഗ് ആട്ടോ കിട്ടിയേക്കുന്നത്. അവിടെ വയലിലായിട്ട് 3 കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടായി പോകുന്നത്. ഈ ഗ്രീൻ വാക്കിൽ വരുമ്പോൾ നമുക്ക് മിക്ക സമയത്തും കാട്ടുപോത്തിൻ്റെ സൈറ്റും കിട്ടാറുണ്ട്. 3 അല്ല കേട്ടോ, അത് വലിയൊരു കൂട്ടാണ്. അത് ഞങ്ങൾ 3 കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് അത്യാവശ്യം വലിയൊരു ഹേർഡാട്ടോ. ഒരു 20-ലധികം കാട്ടുപോത്തിനെ ഞങ്ങളിവിടെ കണ്ടു. ഓരോരുത്തരും മെല്ലെ ഈ സൈഡിലേക്ക് വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ കണ്ടതെല്ലാം ഫീമെയിലും കുട്ടികളും ആട്ടോ. മിക്ക ആളുകളും ഈ ഗോറിനെ ബൈസൺ എന്നാണ് വിളിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ബൈസണിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് ഇവര്. കടും തവിട്ട് നിറമോ കറുപ്പ് നിറമോ ആയ ശരീരം, 4 കാലിലും വെള്ള സോക്സ് ധരിച്ച പോലെയുള്ള അടയാളം. ഞാൻ മറ്റു സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള കാട്ടുപോത്തുകളെക്കാൾ ഇവിടെ ഈ ഗ്രീൻ വാക്കിൽ കണ്ടിട്ടുള്ള കാട്ടുപോത്തുകളുടെ ബിഹേവിയർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പ്രസൻസ് അങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല. അവർ വളരെ കാമായും പീസ്ഫുള്ളായാണ് ഇവിടെ ഈ പുല്ല് നിന്ന് നടക്കുന്നത്. നമ്മളെ കണ്ടാലും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കണ്ട അവർ പെട്ടെന്ന് തന്നെ മാറിപ്പോവുകയാണ് പതിവ്, പ്രത്യേകിച്ച് ട്രക്കിങ്ങിലാണെങ്കിൽ. ഈ ഹേർഡിലെ ഒരു അഡൽട്ട് മെയിൽ ഗോറാട്ടോ ഇത്. അതിൻ്റെ സൈസും ആ മസിലും ഒക്കെ കണ്ടില്ലേ? കാട്ടുപോത്തിന്റെ ഹേർഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെമ്പറാണ് ഈ ആൽഫ മെയിൽ. കൂട്ടത്തിലെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി നല്ല കറുത്ത നിറവും വളരെ മസ്കുലർ ആയിട്ടുള്ള ശരീരമാണ് ഇവയ്ക്കുള്ളത്. പക്ഷെ ഒരു രസകരമായ കാര്യം പറയട്ടെ, ഈ ഹേർഡിനെ ആക്ച്വലി നയിക്കുന്നത് ആൽഫ മെയിൽ അല്ല, പക്ഷെ അനുഭവസമ്പത്തുള്ള ഒരു മുതിർന്ന ഫീമെയിൽ ആയിരിക്കും. ആൽഫ മെയിലിന്റെ ഉത്തരവാദിത്വം ഈ ഹേർഡിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മേറ്റിംഗ് സീസൺ ആകുമ്പോൾ ഇവരുണ്ടാക്കുന്ന സൗണ്ട് 1.5 കിലോമീറ്റർ വരെ കേൾക്കാം. മറ്റൊരു കൊമ്പൻ വെല്ലുവിളിയായി വന്നാൽ ആൽഫാമെയിൽ തന്റെ ശരീരം ആ വശങ്ങളിലേക്ക് തിരിച്ചു കാണിച്ച് പേടിപ്പിക്കും. ഇതിനെ ലാറ്ററൽ ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. മിക്കപ്പോഴും ആ പേടിപ്പിക്കലിൽ തന്നെ എതിരാളി പിന്മാറും. ഇല്ലെങ്കിൽ മാത്രമേ വനത്തെ വിറപ്പിക്കുന്ന കൊമ്പുകോർക്കൽ അവിടെ ഉണ്ടാവാറുള്ളൂ. കാട്ടുപോത്തുകൾ രാത്രി ഉറങ്ങുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കൂട്ടത്തിലെ കുട്ടികളെ നടുക്ക് നിർത്തി മുതിർന്നവരെല്ലാവരും പുറത്തേക്ക് നോക്കി ഒരു വട്ടം തീർത്താണ് ഇവർ ഉറങ്ങാറ്. ഏത് ഭാഗത്തു നിന്ന് ശത്രുക്കൾ വന്നാലും അത് കാണാനായി ആ ഒരു സർക്കിൾ അവരെ സഹായിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇത് ബൈസൺ അല്ലാന്ന്? അതേപോലെ തന്നെ നമ്മുടെ ഈ കാട്ടുപോത്തുകൾക്ക് പോത്തിനേക്കാൾ കൂടുതൽ സാമ്യം പശുവായിട്ടാണ്.
ഞങ്ങളുടെ കൂടെ ഇന്ന് ട്രെക്ക് ചെയ്യാൻ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട്, രാഹുൽ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. പിന്നെ ഇന്ന് നമ്മുടെ ഒപ്പം ഗൈഡായിട്ടുള്ളത് പ്രഭുചേട്ടനാണ്. ഈ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഗ്രീൻ വാക്ക് എന്താണെന്ന്. പിന്നെ ഒരുപാട് പേര് ബേർഡ് വാച്ചിങ്ങിന് വരുന്നൊരു ട്രെയിലാണിത്, പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ. ഇത് ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിന് വെച്ചിരിക്കുന്ന നമ്പറാണ്. ഈ ബ്രാഞ്ച് ഇത്. പിന്നെ ഇയർ എന്ന് പറഞ്ഞിട്ട് 2018 നമ്മൾ വെച്ചതാണ് ഈ ബോർഡ്. പിന്നെ അതിനുശേഷം വെച്ചതാണ് 2024. അങ്ങനെ മാറ്റം വരുന്നതാണ് ഈ ബോർഡ്. ചിലപ്പോൾ ഇനി 2026 വരും. അങ്ങനെ ഈ ബോർഡ് മാറ്റിക്കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളതാണ്. പിന്നെ അത് വാച്ച് ടവറാണ്. അത് പഴയ വാച്ച് ടവറാണ്. നേരത്തെ ഈ സാൻഡൽവുഡ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള വാച്ച് ടവറാണ്. നേരത്തെ പഴയതാണ്, ഇപ്പോൾ യൂസ് അല്ല, ഇപ്പോൾ ഓൾറെഡി മൊത്തം പോയിരിക്കുക. ബ്ലാക്ക് ആയിട്ട് വെച്ച് നമ്മുടെ ഈ ട്രെക്കിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2.5 മണിക്കൂറാണ്. ഇവിടെ ഈ ഗ്രീൻ വാക്ക് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏർലി മോർണിംഗ് സ്ലോട്ടാണ്, 7 മണിക്കത്തെ ഫസ്റ്റ് സ്ലോട്ട് തന്നെ. നമ്മുടെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ ഷോർട്ട് ഡേ ട്രക്കും ഹാഫ് ഡേ ട്രക്കും ലോങ് ഡേ ട്രക്കും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ട്രക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. എല്ലാ ട്രക്കിങ്ങിൻ്റെയും ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു ഷോർട്ട് ഡേ ട്രക്കാണ്. പിള്ളേർക്കത് വേണ്ട. ഇപ്പം മൊബൈൽ കൈ കിട്ടി കഴിഞ്ഞാൽ മതി. ചോറും വേണ്ട, ഭക്ഷണം ഒന്നും വേണ്ട. ആ രീതിയിലായി പോയിപ്പോൾ. നമ്മളവിടെ ഒരു ഓഫീസറിനെ ഇതിൻ്റെ കൃഷിയുള്ള ഒരാൾ കൊണ്ടുകൊടുക്കും, വലിയ സൈസ്. ഇത്രയും വയസ്സില്ല, നേരത്തെ പറഞ്ഞില്ല ആ സൈസിലുള്ളതുണ്ട്. പക്ഷെ അത് പുളിയും മധുരവും ചേർത്തുള്ളതാണ് അത്. ഇത് മധുരം മാത്രം. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റാണ്, ഇത് നല്ല ടേസ്റ്റാണ്. നാട്ടിൽ കിട്ടുന്നത് നാടൻ ഇതാണ്, ഇത് കാട്ടിലുള്ള എല്ലാത്തിനും ടേസ്റ്റ് കൂടുതൽ. പഴുത്തതേ ഇല്ല, ഇതിന് നല്ല മധുരം ഇല്ലേ? നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഗ്രീൻ വാക്ക് ട്രെക്കിങ്ങിൻ്റെ മിനിമം റേറ്റ് വരുന്നത് 1600 രൂപയാണ്. 4 പേരുടെ റേറ്റാണത്. അതെല്ലാം നിങ്ങൾ ഒരാളാണ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു എമൗണ്ട് തന്നെ പേ ചെയ്യേണ്ടി വരും. ഞങ്ങളിത് കാട്ടുമുന്തിരി എന്നാണ് പറയുന്നത്. ഞങ്ങൾ ട്രൈബൽ ഒക്കെ പറയുന്നത് ഇത് കാട്ടുമുന്തിരി. സ്റ്റാർട്ടിങ് ആയി വരുന്നുള്ളൂ. കാട്ടുമുന്തിരി നമ്മൾ കഴിക്കാൻ പറ്റില്ല. വെള്ളമായിട്ടുള്ളത് നല്ല മധുരമുള്ളത് ഉണ്ട്. പിന്നെ പച്ച നിറമുള്ളത് പുലിപ്പ്. ഇങ്ങനെ 2 ടൈപ്പാണ് ഈ ഇതിലുള്ളത്. സീസൺ ആകുന്നുണ്ട് ആൾക്കാർ കഴിക്കും. എല്ലാം കരടി അതിനകത്ത് മറ്റേ ചെതിലുണ്ടോ നോക്കുക. രാവിലത്തെ ആട്ടുകാൽ സൂപ്പ് എന്ന് പറയുന്നത് ആ സാധനമായിട്ട് ഈ മരത്തിലെ മണ്ടയ്ക്കാനിരിക്കുന്നത്. അത് നമ്മുടെ ഇവിടുത്തെ ട്രൈബൽസ് ഇതിനെടുത്ത് വലിയ സെയിൽസ് ചെയ്യുമായിരുന്നു, കൊടുക്കുമായിരുന്നു. ഇത് ഈ മോത്തതാണ് ഈ സാധനം. ഇവിടെ ഇത് ക്ലീൻ ചെയ്യണം. ഈ അടുത്ത കാലത്താണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 5-6 മാസം ആകുന്നുള്ളൂ ഇത് തുടങ്ങിയിട്ട്, ഇത് അറിയാൻ തുടങ്ങിയിട്ട്. പിന്നെ മുന്നൊന്നും കഴിച്ചിരുന്നില്ല. നമുക്കറിയാം, പുറത്തറിയുന്നത്. ഇപ്പം എല്ലാ
സ്പൈസ് കടയിലൊക്കെ ഉണ്ട്. എല്ലാ പാട്ടുകളുണ്ട്. ആട്ടുകാൽ കിഴങ്ങ് അല്ലേ? ആട്ടുകാൽ കിഴങ്ങ് ഇത് ആദ്യം മുതലേ ഉപയോഗിക്കുന്നതാ? പണ്ട് ഉപയോഗിച്ചായിരുന്നു. പക്ഷെ ഇപ്പം ആരും ഉപയോഗിക്കാതിരുന്നതിന് ശേഷം ഇത് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ മേടിക്കാൻ തുടങ്ങി. ഇതെങ്ങനെയാ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയോ? അത് ഈ ഭാഗം ചെത്തിയെടുക്കണം. ഈ കിഴങ്ങ് മാത്രം എടുക്കണം. ഇവിടുത്തെ ഇത് ഈ കണ്ണില്ലേ, നമ്മൾ കൂടുതൽ പിഞ്ചാണ് എടുക്കേണ്ടത്, മൂത്തെടുക്കരുത്. പിഞ്ചെടുത്തിട്ട് ഇങ്ങനെ ചെത്തി കഴിഞ്ഞിട്ട് ഈ കിഴങ്ങ് നമ്മൾ അരിഞ്ഞപ്പോഴെ അരിഞ്ഞിട്ട് ഉപ്പും കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ഇതൊക്കെ ഇട്ട് പിന്നെ തിളപ്പിച്ചിട്ട് പിന്നെ ചൂടായതിനു ശേഷം ചെറുതായിട്ട് ഒരു ഗ്ലാസ് ഒഴിച്ച് അരിച്ചിട്ട് കുടിക്കുക. ഈ കിഴങ്ങ് തിന്നുന്നതും കുഴപ്പമില്ല. അതിനുശേഷം നമ്മുടെ ശരീരത്തിലുള്ള വേദനയും മുട്ടുവേദനയൊക്കെ മെയിനായിട്ട് മുട്ടുവേദനയ്ക്കുള്ള ഇത് മരുന്നാണ് ആയുർവേദത്തിൽ. ആന ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആനയുടെ മേത്ത് മണ്ണ് വാരിയിടുന്നതും ചെളി വാരിയിടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വാരിയിട്ടതിന് ശേഷം ഇങ്ങനെയുള്ള മരങ്ങളിൽ അവർ പോയിട്ട് അവരുടെ ദേഹം വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ മരത്തിൽ അതുപോലെ അതിൻ്റെ ദേഹം വരച്ചേക്കുന്ന പാടാണ് ഈ കാണുന്നത്. ഈ ഒരു ട്രെക്കിംഗ് റൂട്ടിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബട്ടർഫ്ലൈസിനെ കാണാം. ഈ സൺലൈറ്റിൽ ഇവരെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ ബട്ടർഫ്ലൈൻ്റെ പേര് തമിഴ് യോമൻ എന്നാണ്. തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആണിത്. പെട്ടെന്നായിരുന്നു നമ്മുടെ ഗൈഡ് ഈ ഒരു സൈറ്റിംഗ് കാണിച്ചു തന്നത്. മലബാർ ട്രോഗൺ, നമ്മൾ തീക്കാക്ക എന്ന് വിളിക്കുന്ന പക്ഷി. ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് മെയിലും ലെഫ്റ്റ് സൈഡിലുള്ളത് ഫീമെയിലും ആട്ടോ. നല്ല ഭംഗിയുള്ള ബേർഡാണ്, പ്രത്യേകിച്ച് മെയിൽ. ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ഈ മലബാർ ട്രോഗൺ അധികവും കണ്ടുവരുന്നത്. മെയിലിന് നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ ഹെഡും നെക്കിലൊരു വൈറ്റ് ബാൻഡ് പോലെ ഉണ്ടാവും. എടുത്തു പറയേണ്ടത് അവരുടെ വയറിന്റെ ഭാഗത്തുള്ള ആ ഒരു ചുവപ്പ് നിറമാണ്. ഫീമെയിലിന് അങ്ങനെ ആ ഒരു ചുവപ്പ് നിറം ഉണ്ടാവില്ല. അവരുടെ ദേഹം അധികവും മഞ്ഞ നിറഞ്ഞ ഒരു തവിട്ട് നിറമായിരിക്കും.
അങ്ങനെ നമ്മൾ വീണ്ടും നടത്താൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ട്രക്കാന്ന്. നമ്മളാകെ 2.5 മണിക്കൂറാണ് നടക്കുന്നത്. അതിൽ നമ്മൾ 4 to 5 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്യുന്നത്. പിന്നെ ഇത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈനൊന്നുമല്ല, നമുക്ക് സിമ്പിളായിട്ട് നടക്കാവുന്നതാണ്. നിങ്ങൾ ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്, ഏത് ട്രക്ക് ചെയ്യുമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ട്രക്കിങ്ങിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു നീലഗിരി ലങ്കൂർ വളരെ ദൂരത്തും നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. പോരാത്തതിന് ലൈറ്റും വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്ന് ഷൂട്ട് ചെയ്തില്ല. എന്താ പനിക്കൂർക്കയാണോ? ഇതെന്താ പനിക്കൂർക്കയാണോ? ബ്രാക്കറ്റിൽ റംബു അല്ലേ? കാട്ടുങ്ങാലി. അങ്ങനെ ഇന്നത്തെ ഈ ട്രക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.